അപ്പോൾ അപ്പോൾ ഓഡിയൻസും അത് ശരിക്കും അവർക്കും മനസ്സിലാവും അതിൻ്റെ ഒരു എനർജിയും നമ്മൾ കൊടുക്കുന്ന ഒരു അഫെക്ഷൻ ജെനുവിനാണോ അല്ല അവരെ പറ്റിക്കാനൊന്നും പറ്റുന്നു. ഓഡിയൻസ് ബ്രില്യൻറ്റ്, അവർ കുഴപ്പമില്ല, നന്നായിട്ട് അവർക്കറിയാം ഇന്നത്തെ കുറവുകൾ എന്താണെന്ന്. ഞാനെപ്പോഴും പറയുന്നത് സിനിമ വേറൊരാളുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ കൂടെ നിൽക്കുന്നതാണ്. സിനിമ മ്യൂസിക് അല്ലെങ്കിൽ അത് ഡയറക്ടറിനൊരു വിഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ കുറേ ടീം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എല്ലാവരും നിൽക്കുകയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഡിപെൻഡൻ്റ് ആർട്ടാണ്, കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ എക്സ്പ്രഷൻ ആണ്. പദയാത്ര എന്ന് പറഞ്ഞ പാട്ട് എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കരമായ സ്പെഷ്യലായിട്ടൊരു ട്രാക്കാണ്. അതിൻ്റെ ഒരു നമുക്ക് ജീവിതത്തിൽ തന്ന ഒരു അപ്ലിഫ്റ്റ്മെൻറ്റും ചെറുതല്ല. പണ്ട് തൊട്ടേ പഴമയെ കൂടെ ഉറപ്പായിട്ടും ഞാനൊരു ഇച്ചിരി അങ്ങനത്തെ നൊസ്റ്റാൾജിയ ഇതൊക്കെ നമ്മള് കളിയാക്കും ചിലരെ ഈ പഴയത്. ഞാനൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരാളാണ്, വളരെ ഓർമ്മകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളെ. പക്ഷെ ജോബേട്ടന്റെ എല്ലാ ഇന്നലകളെ പെർഫോമൻസിലും കൂടെ ആൾക്കാർ പാടും. അതെ, ഒന്നല്ല ആ പാട്ട് അത്ര ആൾക്കാരിലേക്ക് എത്തിയുണ്ടാവും. അപ്പം ഞാനത് ദീപക് സാർ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. ആ പടത്തിൽ അത് ഭയങ്കര വർക്കായി. ആ 4 വരി, ആസിഫിൻ്റെ ആ വിഷ്വൽസും ആ സിനിമയിലെ ആ സാഹചര്യവും എന്തോ ആ ലിറിക്സും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് വന്നു. കെമിസ്ട്രി ചില ദിവസം ഒരു മാജിക്കാണ്, ഒരു ഇഷ്ടം, മ്യൂച്വൽ റെസ്പെക്ട്. അല്ലാതെ ഇപ്പോൾ എന്നെ ഒരിക്കലും ഒരാൾ വന്നിട്ട് നമുക്ക് ടേക്ക് എടുക്കാം, ജോബ് അത് പാടും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പാടുന്നു. അതൊക്കെ അങ്ങനെ പേടിപ്പിച്ചിട്ട് ഞാനൊരിക്കലും അങ്ങനത്തെ ഒരാളുമല്ല. ഞാൻ അവകാശപ്പെടുന്നുമില്ല ഞാനൊരു ഭയങ്കര പ്ലേ ബാക്ക് വോക്കലിസ്റ്റ് ആണെന്ന്. ഹായ്, ജിഞ്ചർ മീഡിയ പാട്ടിനൊപ്പത്തിൽ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ജോബ് കുര്യൻ. കുറച്ചു പേർക്കും കൂടെ നമ്മള് വെൽക്കം പറയേണ്ടതുണ്ട്. സാധാരണ ഇല്ലാത്ത വിധം 3 പേരും കൂടെ ഉണ്ട്. ജോബ് കുര്യന്റെ പാട്ട് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഫെബ്രുവരി 22, 23 നടക്കുന്ന പോസം പാർട്ടി, അതിനെ കുറിച്ച് കൂടി പറഞ്ഞു തുടങ്ങണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അല്ല, അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡോഗ് ലവറാണ്. അപ്പം വീട്ടിലൊരു ലാബ് ഉണ്ട്, ഒരു നായുണ്ട്. അപ്പോൾ എനിക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഒത്തിരി ഓഡിയൻസും അങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഓഡിയൻസ് ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറെ പേര് ഇവിടെ കാണും. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ലുക്കിംഗ് ഫോർ. ഈ കുട്ടിക്കാലത്ത് തൊട്ട് ഇങ്ങനെ പെറ്റ് ഫ്രണ്ട്ലി ആയിരുന്ന ഒരാളാണോ, അല്ലെങ്കിൽ അങ്ങനെ പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? പട്ടികള് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ റീച്ചും നോക്കുക, ഫോളോ ചെയ്യുക, അങ്ങനെ ഒരു ഇതല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ ഒരു അഫെക്ഷൻ. ഡോഗ്സ് ഒരു വല്ലാത്തൊരു അഫെക്ഷനേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര നമുക്കൊരു സ്നേഹമുള്ള വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ അതിനോടൊരു വല്ലാത്തൊരു അഫെക്ഷൻ നമുക്കും തോന്നും. തിരിച്ച് ഓഫ്കോഴ്സ് പറയേണ്ട കാര്യമില്ല. മ്യൂസിക് ഒക്കെ അവര് ആക്ച്വലി അതിനോട് ലിസൺ ചെയ്യും. ഈ ചില റീൽസിലൊക്കെ കാണാറുണ്ട് കാറ്റ്സ്. എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് ശ്രദ്ധിക്കുക ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനെ കാലത്ത് വെച്ച് കേൾക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാടുന്നല്ല, മ്യൂസിക് അവർക്ക് അറിയാം. ഉറപ്പായിട്ട് ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും മ്യൂസിക് അങ്ങനത്തെ ഒരു പ്രതിഭാസമല്ലേ. അവരത് കേൾക്കും എന്നുള്ളതല്ല. അവരെ മനസ്സിലൂടെ എന്താ പോകുന്നത് നമുക്കറിയില്ല. നമുക്ക് 23rd ജോബേട്ടന്റെ പാട്ട് ഇവരുടെയൊക്കെ കൂടെ. അതെ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഈ ഉപജീവനം പാട്ടിൽ നിന്നാക്കുക എന്നുള്ളത് ഏത് ആർട്ടിസ്റ്റിനാണെങ്കിലും അതിലൊരു റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ ചിലപ്പോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഓക്കെ ആയി പോയി, ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങളിലിടയിൽ എപ്പോഴെങ്കിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. അപ്പൊ ഒരു സമയം നമുക്ക് ആ ഒരു ഉപജീവനത്തിൽ ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങൾ ഉണ്ടാവും. അവിടെ നമ്മുടെ ആർട്ട് നമ്മൾ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു ബാക്കപ്പ് ഫാമിലി വലിയൊരു ഫാക്ടറായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പാരൻസ് ആയാലും വൈഫായാലും ഹോൾ ഫാമിലി ഈസ് വെരി സപ്പോർട്ടീവ്. നമുക്ക് ഇതൊരു ഉറപ്പുമില്ലാത്ത ഒരു മേഖല തന്നെയാണ്. നമ്മളുടെ ഹെൽത്ത് ഒത്തിരി കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ്. ഒരു റെഗുലർ ഓഫീസ് ജോബ് പോലത്തെ ഒരു സംഭവം ഒരു സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഫാമിലി ഈസ് എ ഹ്യൂജ് ഫാക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ നമ്മൾ ടെൻഷൻ ആവുമെങ്കിലും ഇനിയിപ്പോൾ എന്താണ് ഇതിപ്പോൾ ഈ കോൺസേർട്ട്സൊന്നും ആയിട്ടില്ല, എന്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ വീട്ടുകാർ വളരെ ചിൽഡായിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളങ്ങനെ വലിയ ഭയങ്കര ഫിനാൻഷ്യലി
അങ്ങനെ റിച്ച് ഫാമിലി അല്ല, ഇടത്തരം മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പക്ഷെ എന്നിരുന്നാലും ബേസിക്കലി പ്ലാന്റേഴ്സ്. അപ്പോൾ ഫാദറൊക്കെ പറയുന്നത് എടാ ഉള്ളതൊക്കെ മതി, നമുക്ക് ഉള്ളതൊക്കെ കൊണ്ട് കൂടാം. ആ കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ആ ഫാക്ടർ എന്തായാലും എൻ്റെ ഫാദറൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ഉള്ള ജീവിതം സമാധാനം മതി ഫസ്റ്റ്. നമുക്കിപ്പോൾ ദൈവസാക്ഷിയിലുള്ള ഒരു സാഹചര്യമുണ്ട്, മുകളിലോട്ടൊന്നും ഭയങ്കരമായിട്ട് പോയി അങ്ങനെ ഡ്രീം ചെയ്യണ്ട. നിൻ്റെ റെസ്പെക്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് യു ഡു ഇസ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഭയങ്കരമായിട്ട് ഏർണിങ്സിനെ ഫോക്കസ് ചെയ്തായിരുന്നില്ല എൻ്റെ ടോട്ടലി എൻ്റെ അപ്ബ്രിങ്ങിങ് എന്ന് തന്നെ പറയാം. ഓക്കെ, യു ഡു വാട്ട് എവർ യു വാണ്ട്, അതിൽ നീ നന്നോണം ചെയ്യും. റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്ന പരിപാടികളിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു അത് ആ പുള്ളിയുടെ തോട്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും അതിനെ ബാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അത്രയ്ക്കൊരു സ്ട്രെസ്സിലോട്ട് ഫാമിലി ഒരിക്കലും വിട്ടിട്ടില്ല. ഞാൻ ആങ്സൈറ്റി ഉള്ള ക്യാരക്ടറൊക്കെ തന്നെയാണെങ്കിലും ഒരു മാസം ഇച്ചിരി ഡൗൺ ആയാലും അങ്ങനെയൊന്നും വറീഡ് ആവണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാട്. ചിലപ്പം ടൈറ്റ് ആവുമായിരിക്കും, ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പ് ആൻഡ് ഡൗൺസ് ഒത്തിരി വരുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. നമുക്കൊരു ഉറപ്പും. പക്ഷേ നമ്മുടെ വിഷൻ അല്ലെങ്കിൽ പാഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമ്മളെ മുറുക്കെ പിടിക്കും. ഇന്ന് നമുക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോഡ് ഫാദർ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി അങ്ങനെ ഒരു കാലമല്ല, സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെയല്ല. ആക്ച്വലി യൂട്യൂബില്ല, അപ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല വേറെ. ഞാനൊരു നല്ല എഞ്ചിനീയറേ ആവില്ല എന്തായാലും. അപ്പോൾ ദിസ് ഇസ് ഓൺലി തിങ് വിച്ച് ഐ ക്യാൻ ഡു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും നമ്മുടെ പരിമിതമായ കഴിവിൻ്റെ അകത്ത്. നോക്കുക തന്നെ. അന്ന് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു തീരുമാനം എടുത്തത് എങ്ങനെയാണ്? അതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ റാൻഡം ആയിട്ട് എല്ലാവരും എഞ്ചിനീയറിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ പോയി ചേർന്നതല്ല. ഫ്രണ്ട്സൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുന്നു, എവിടെയെങ്കിലും ജോയിൻ ചെയ്യണ്ടേ. അപ്പോൾ ഡിഗ്രി വേണം, ആ കാഴ്ചപ്പാടിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫാദറിനും അത് തന്നെയായിരുന്നു. നീ ഒരു ഡിഗ്രി എടുത്തിട്ട് നീ ഇഷ്ടമുള്ള പാഷൻ എന്താ വെച്ചാൽ പുറകെ പോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ ദാറ്റ് ഗേസ് ഗിവൺ മീ ലൈഫ് ആക്ച്വലി. ഞാൻ ആ കോഴ്സിന് പോയതുകൊണ്ടുള്ള എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒത്തിരി മ്യൂസിക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ, അവരുടെ മ്യൂസിക്കൽ ഇൻഫ്ലുവൻസസ്, നമുക്കൊരു എക്സ്പോഷർ, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ നമ്മൾ ഒത്തിരി മനുഷ്യരുമായിട്ട് ഇടപഴകുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഒത്തിരി അത് സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി മ്യൂസിക് ലിസണിങ്, അതായത് കേരളത്തിൻ്റെ അകത്ത് അന്ന് നമ്മൾ ദാസാർ അല്ലെങ്കിൽ അവിടുത്തെ കമ്പോസേഴ്സ് ഇത് മാത്രമാണ് മ്യൂസിക് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിട്ട് വേറെയും ഒത്തിരി മ്യൂസിക് ഉണ്ട് ലോകത്ത് എന്നുള്ള അപ്രിഷ്യേറ്റ് ചെയ്ത് കൂടുതൽ അറിയാനൊക്കെ ശ്രമിച്ച ഒരു സമയമാണ്. ദാറ്റ് ഇൻ ടേൺ റിയലി ഹെൽപ്പ് മീ. എല്ലാ കാലത്തിനും അതിലെന്തൊക്കെയോ നമുക്ക് തരാനുണ്ട് എന്നുള്ളത് അല്ലേ? നമ്മൾ ചെവി തുറന്ന് തന്നെ ഇരിക്കണം ഇന്നും. അതെ, പലായനാണെങ്കിലും കാലമാണെങ്കിലും ഭാവമാണെങ്കിലും ഏതാണെങ്കിലും ഇതിലൊക്കെ ഒരു റൂട്ടഡ് ആയി നിൽക്കുക എന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ വേരുകളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ജോബേട്ടൻ്റെ ആ പാട്ടുകളൊക്കെ എല്ലാവരും പറയാറുള്ള പഴമ അല്ലെങ്കിൽ വേരുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നതും. അങ്ങനെ റൂട്ടഡ് ആയി നിൽക്കുന്ന ആ പഴയതിലൊക്കെ ഇപ്പൊ കാലം ഒബ്വിയസ്ലി നമുക്കറിയാം, അതിന്റെ ആ കഥയിൽ തന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന്റെ പറയുന്നുണ്ട്. എങ്ങനെയാ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ പണ്ട് തൊട്ടേ പഴമയെ കൂടെ നൊസ്റ്റാൾജിക് പേഴ്സൺ നമ്മൾ കളിയാക്കും ചിലരെ ഈ പഴയത്. ഞാനൊക്കെ അത് എപ്പോഴും കേൾക്കുന്ന ഒരാളാണ്, ഓർമ്മകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. കഴിഞ്ഞു ഫ്യൂച്ചറിസ്റ്റിക് ആണോ വെച്ചാണ്, പക്ഷെ എന്നാലും പണ്ടത്തെ കാര്യം നല്ല ഓർമ്മകൾ നമ്മൾ കൂടെ ഇങ്ങനെ മോശമായോ ഉള്ളൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷെ അപ്പൊ അതിനെ മ്യൂസിക് ആക്കുക, അങ്ങനെ അതിനെ നമ്മുടെ എക്സ്പ്രഷൻ ആണല്ലോ അൾട്ടിമേറ്റ്ലി ആർട്ട് എൻ്റെ എക്സ്പ്രഷനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പാട്ടുകൾ നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്ത കൂട്ടുകാരുടെ കഥകൾ, അപ്പോൾ ഇതൊക്കെ മ്യൂസിക്കായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പണ്ട് മുതലേ ഞാൻ. പിന്നെ ഇതൊക്കെ ഒരു മൊമെൻ്ററി നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു, പക്ഷെ എന്തായാലും ബയോഗ്രഫിക്കലാണ് എൻ്റെ എല്ലാ പാട്ടുകളും ഇൻ നേച്ചർ, സംതിങ് റിലേറ്റഡ് ടു മൈ ലൈഫ് എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ. അപ്പോൾ അങ്ങനെ ഞാനെപ്പോഴും പറയുന്നത് സിനിമ വേറൊരാളുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ കൂടെ നിൽക്കുന്നതാണ്. സിനിമ മ്യൂസിക് അല്ലെങ്കിൽ അത് ഡയറക്ടറിനൊരു വിഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ കുറേ ടീം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എല്ലാവരും നിൽക്കുകയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഡിപെൻഡൻ്റ് ആർട്ടാണ്, എപ്പോഴും നമ്മുടെ പേഴ്സണൽ എക്സ്പ്രഷൻ ആണ്.
ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തെക്കുറിച്ചോ. എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇൻഡി ആർട്ട് ചെയ്യുന്നത്. സിനിമ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതൊരു ഭയങ്കര ചാലഞ്ചാണ്, അത് വേറെ ഒരു ലെവൽ ഓഫ് ടാലൻ്റാണ്. പക്ഷേ ടൈം ലിമിറ്റ്, ഒത്തിരി പരിമിതിക്കകത്ത് നിന്ന് എക്സലൻറ്റ് പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ചാലഞ്ചും ഭയങ്കര കഴിവുമാണ്. ടോട്ടലി റെസ്പെക്ട് ദാറ്റ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ആ കഴിവില്ലാത്തോ. അതുമാത്രമല്ല, എനിക്ക് അത്രയും ഒരു ടൈം ബൗണ്ട് ഒരു സംഭവം തീർക്കുക അല്ലെങ്കിൽ ആ സ്ട്രെസ്സൊക്കെ എനിക്ക് എടുക്കാൻ പാടാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നതിലൂടെ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പ്ലേ ബാക്കും നല്ല പ്ലേ ബാക്ക് നിന്ന് തോന്നുന്നു മാറിപ്പോയിട്ടുണ്ടോ? അങ്ങനെയല്ല, പല പാട്ടുകളും നല്ല പാട്ടുകൾ മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. നല്ല പാട്ടുകൾക്ക് നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നൊക്കെ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഇഷ്ടം തന്നെയാണ്. ബീങ് ഇന്ത്യ പോലുള്ള രാജ്യത്തെ സിനിമ കൊച്ചിനെ പോലെ നമ്മൾ കണ്ടു വളർന്ന് നമുക്ക് നമ്മുടെ ശബ്ദത്തിൽ ഒരു നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു അഭിനേതാവിൻ്റെ വിഷ്വൽസ് വരിക അല്ലെങ്കിൽ സിനിമയിൽ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡ്രീം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും മനസ്സിലായില്ലേ അതിൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഏതെങ്കിലും നായകന്മാരുടെ ശബ്ദത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകളുടെ ഭാഗമായിട്ട് പാടുക എന്നൊക്കെ ആഗ്രഹിക്കാതിരുന്നിട്ടില്ല. പക്ഷേ എൻ്റെ പരിമിതി എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഉൾവലിഞ്ഞ് നിൽക്കും. അങ്ങനെ ഹിറ്റ് ചെയ്ത് മുന്നോട്ട് ചെല്ലുന്നൊരു ക്യാരക്ടറല്ല. അപ്പോൾ അവർക്ക് ഇപ്പം എൻ്റെ കാര്യം ഞാൻ ഓക്കെ ആവുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഹിബിഷൻ്റെ ആളാണ് ബേസിക്കലി. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മേഖലയല്ല. നമ്മൾ അത്രയും അപ്ഫ്രണ്ടായിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന നമുക്ക് നമ്മുടെ പരിമിതി മനസ്സിലാക്കി വരുന്ന പാട്ടുകൾ വരട്ടെ. പക്ഷേ എന്നെ ഇതുവരെ പാടിച്ച എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും എന്നോട് വളരെ കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി ആയിരുന്നു. മറ്റേ റെക്കോർഡിങ് ടൈമിലായാലും എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെ. അവർക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു നേച്ചർ അറിയാവുന്നതുകൊണ്ടും എൻ്റെ ആൻഡ് ഐ താങ്ക് ദം ദാറ്റ് ദേ നോ മൈ എബിലിറ്റീസ് ആസ് വെൽ. നമുക്ക് കുറവുകളും കഴിവുകളും രണ്ട് വശമുണ്ടല്ലോ ഓരോ എല്ലാവർക്കും. അപ്പോൾ അതിൽ നല്ല പോസിറ്റീവായിട്ടുള്ള വശത്തെ സ്ക്വീസ് ചെയ്തെടുക്കാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് എൻ്റെ നല്ല സിനിമയിൽ ഞാൻ പാടിയ നല്ല പാട്ടുകളൊക്കെ. ഈ ഭാവത്തിന്റെ കാര്യത്തിൽ പറയുമ്പോ അതില് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന് ഇതിലൊക്കെ പുള്ളി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ വരികൾ ഉണ്ടല്ലോ, മുടിയാറ്റും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ എന്ന് പറയുന്നത് അത് ഒരുപാട് പേര് എടുത്ത് പറയാറുണ്ട്. ഞാനെന്ന ഭാവം മാഞ്ഞേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണെന്ന് നമ്മുടെ ഉള്ളിൽ എവിടെങ്കിലും എപ്പോഴെങ്കിലും ആ ഞാനെന്ന ഭാവം ചെറിയ തോന്നി വരില്ലേ? അത് ഈ പറഞ്ഞത് എനിക്ക് വന്നിട്ടുണ്ടല്ലോ, എല്ലാവർക്കും വരുന്ന സംഭവം. നമ്മൾ എസ്പെഷ്യലി വെൻ യു ആർ എ ഫ്രണ്ട് മാൻ ഓഫ് ആൻ ആക്ട്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഇത്രയും മനുഷ്യരെ കാണാൻ അവരുടെ ഒരു ഇഷ്ടം, റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ നമ്മൾ സ്ട്രെയിറ്റ് അവേ കിട്ടുന്ന ആസ് എ പെർഫോമർ ഫ്രണ്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൊള്ളാലോടാ എന്നൊക്കെ തോന്നുന്ന ഒരു സാധനമുണ്ട്. ഇത് വെരി നാച്ചുറൽ വിത്ത് എനി ഹ്യൂമൻ. അപ്പോൾ പക്ഷെ ആ തോന്നുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുകയും അതിനെ അപ്പം തന്നെ ഇതൊക്കെ ഇന്ന് നാളെ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു റിയലൈസേഷൻ ആണ് ഞാനും. അത് ഒരു ചിന്ത ഉണ്ടെങ്കിൽ നല്ലതാണ് വളർച്ചയ്ക്കും. നമ്മളെ തന്നെ ഗ്രൗണ്ടഡ് ആക്കി നിർത്തിയാലേ നമുക്കും ഒരു ബെറ്റർ മ്യൂസിഷ്യനോ വോട്ടെവർ ഇറ്റ് ഈസ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മണ്ടത്തരം ആയിപ്പോവും. അപ്പോൾ ഐ തിങ്ക് പിന്നെ അതുപോലെ നമ്മൾ ചുറ്റും നോക്കിയാൽ ഓരോ ഫീൽഡിലും എക്സ്പേർട്സ് അവരവരുടെ മേഖലയിൽ. ഇപ്പം നമ്മൾ ക്രൗഡായിട്ട് നിൽക്കുന്നു, നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലാണെങ്കിലും അവർ വേറെ പല മേഖലകളിലും എക്സ്പേർട്സ് തന്നെയാണ്. എല്ലാവരും അവരവരുടെ മേഖലയിലെ. അപ്പം നമ്മൾ ആ റെസ്പെക്റ്റ് ഇല്ലേ എന്ത്. ഇപ്പോൾ നമ്മുടെ വെൽവിഷർ ഒരാൾ വന്ന് നമ്മളെ പരിചയപ്പെടുന്നു, അപ്പോൾ അവിടെ നമ്മൾ അവരുടെ അടുത്ത് ജാട അല്ല കാണിക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം, യു ഹാവ് ടു ബി ഹ്യൂമൻ. കാരണം അവർ അവരുടേതായ പ്ലാറ്റ്ഫോമിൽ അവർ വലിയ പുള്ളികളായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഏറ്റവും മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നുള്ളൊരു മനുഷ്യർ തമ്മിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതാണ് വമ്പന്മാർ നമ്മളിലുണ്ട്, വമ്പത്തരമേറെ കണ്ട് അവരെ കണ്ട് ഊറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം. ഇന്ന മേഖലയൊന്നുമില്ല, എല്ലാ കോമൺ ആയിട്ടൊരു ഫിലോസഫിക്കൽ വരികളായിട്ട് എനിക്ക് ചേട്ടൻ്റെ ഒരു മാജിക് അതിൻ്റെ അകത്തുണ്ട്.
ഇങ്ങനെ നിൽക്കുമ്പോഴും ഇന്നത്തെ ഒരു കാലത്തിന്റെ ആവശ്യകത നമ്മൾ മാർക്കറ്റ് ചെയ്യാന്നല്ല, നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് അത് ആവശ്യകത തന്നെയാണ്. അതിപ്പോ പലർക്കും നിവൃത്തിയില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മള് ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മളും ഫിറ്റിൻ ആവുക എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ആർട്ട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴും. അതെ അതെ, ഉറപ്പായിട്ടും. അത് ഇന്നത്തെ കാലത്ത് അറ്റ്ലീസ്റ്റ് നമ്മളെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എലൈവാക്കി നിർത്തിയേ പറ്റുള്ളൂ. ത്രൂ മ്യൂസിക് ഒന്നാണ്. പിന്നെ ഉറപ്പായിട്ട് ഇപ്പോൾ ഈ കോൺവെർസേഷൻ പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാനും ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഡീപ്പ് ഡൗൺ നമ്മൾ പ്രേക്ഷകരിലേക്കും കൂടെ എത്തുന്നൊരു പ്രോസസ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പ്രേക്ഷകർ നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ ഒരു സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ്, അവരിലേക്ക് എത്തുക. ഇപ്പം ഞാൻ ചെയ്യുന്ന ഓരോ പാട്ടുകളും ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഇന്ന് ഒത്തിരി കണ്ടന്റുകളുടെ കുത്തൊഴുക്കുള്ള ഒരു കാലത്ത് നമ്മളെ മ്യൂസിക് അവരിലേക്ക് ഒന്ന് എത്തട്ടെ. എത്തിയിട്ട് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ള അവരുടെ ചോയ്സും നമ്മുടെ ഭാഗ്യമൊക്കെ പോലെ ഇരിക്കും. പക്ഷേ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഐ തിങ്ക് വി ഹാവ് ടു ബി പ്രസൻറ്റ് ഇൻ. ബട്ട് ഞാൻ അതിൽ കുറച്ച് പുറകിലോട്ടുള്ള ആളാണ്. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ കംഫർട്ടബിളായ സ്പേസസിൽ വന്ന് ആസ് പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ, ആസ് പാർട്ട് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ലൈഫ് എന്നുള്ള രീതിയിൽ പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ വേറൊരു ജോബായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ക്രൗഡിന്റെ ഇടയിലാണ്. ആ സ്റ്റേജിൽ ആ എനർജി എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു എനർജിയാണ്. എങ്ങനെയാ ഒരു ക്രൗഡ് വരുമ്പോൾ നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, പല ബെനിഫിറ്റ്സ് ഉണ്ട്, ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ എനർജറ്റിക് പെർഫോമൻസ് നമുക്ക് വരുന്ന ഒരു ടേക്ക് അവേ എന്താ? ടേക്ക് അവേ ആ ഒരു ഹൈക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രിസിയേഷൻ, അത് ഭയങ്കര ചിരി, ആ ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്റ്റുഡിയോ ആർട്ടിസ്റ്റ് അല്ല, ഞാനൊരു പെർഫോമർ, ലൈവ് ആർട്ടിസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റുഡിയോയിൽ ഞാൻ ഭയങ്കര കോൺഷ്യസും ഒറ്റയ്ക്കും ഹെഡ്ഫോണൊക്കെ വെച്ച്. മറ്റേന്ന് വെച്ചാൽ വളരെ നമ്മളൊരു ഫാമിലി പോലെ ആകുന്ന ഒരു മൊമെൻ്റാണ്. നല്ലൊരു ഓഡിയൻസ് ആണെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ അത് അന്ന് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര പേരെ കണ്ട് പറ്റാവുന്നവരെയൊക്കെ ഞാൻ കാണും. ഒരു സെൽഫി എടുക്കുക, കുറേ നേരം വർത്താനം പറയും. അപ്പം നമുക്ക് അനുഭവങ്ങളാണ്, മനുഷ്യരെ പരിചയപ്പെടുന്നതാണ്. ത്രൂ എക്സ്പീരിയൻസ് യു ക്യാൻ ക്രിയേറ്റ് ഈവൻ ബെറ്റർ ആർട്ട്. അതും അതിൻ്റെ ഒരു പ്രോസസ്സാണ്. മനുഷ്യരുമായിട്ട് ഇടപഴകി തന്നെയാണത് എന്നെ സംബന്ധിച്ചുള്ളൂ. ഓരോരുത്തർക്കും ഓരോ, ചിലർ സോളിറ്റ്യൂഡ് മാത്രം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ഇൻട്രോവേർട്സ് ആയിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പെർഫോം ചെയ്ത് ഓഡിയൻസുമായിട്ട് ഉള്ള ടൈം ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ടാണ്. ഇമ്മീഡിയറ്റ് റെസ്പോൺസും ആണല്ലോ. ആൻഡ് ഈവൻ കോ മ്യൂസീഷ്യൻസുമായിട്ടുള്ളൊരു ടൈം ഓൺ സ്റ്റേജ്, എനിക്ക് അത്ര അടുപ്പമുള്ളവരായിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹവും ഉണ്ട്. ഒരുമിച്ച് മ്യൂസിക് കോമൺ ആയിട്ടൊരു ഫാക്ടർ നമ്മളെ ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓഡിയൻസിലേക്ക് ഷെയർ ചെയ്യുക, ആ ഒരു സ്നേഹം. ഇപ്പോൾ ഒരു ഈഗോ ട്രിപ്പൊക്കെ ആയിട്ട് ഒരിക്കലും എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം പരസ്പരമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടെങ്കിൽ തന്നെ ഞാനത് സംസാരിച്ച് സോർട്ട് ചെയ്തിട്ട് ഏതൊരു സ്റ്റേജിലും ഞാൻ കയറാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതായത് ആ ഒരു അഫെക്ഷനിലാണ് എല്ലാം. നമ്മൾ തമ്മിലുണ്ടെങ്കിലേ അത് ഓഡിയൻസിന് എത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ തമ്മിലുള്ള ജെന്യുവനായിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ളതിന് ആ ഒരു റിലേഷൻ മാത്രമേ എനിക്ക് കീപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളൂ, അങ്ങനെയുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓഡിയൻസും അത് ശരിക്കും അവർക്കും മനസ്സിലാവും അതിൻ്റെ ഒരു എനർജിയും നമ്മൾ കൊടുക്കുന്ന ഒരു അഫെക്ഷൻ ജെന്യുവിനാണോ അല്ല, അവരെ പറ്റിക്കാനൊന്നും പറ്റുന്നില്ല. ഓഡിയൻസ് ബ്രില്യൻറ്റ്, അവർ കുഴപ്പമില്ല, നന്നായിട്ട് അവർക്കറിയാം ഇന്നത്തെ കുറവുകൾ എന്താണെന്നും. ബട്ട് ലൈവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് ചില ദിവസം ചിലപ്പോൾ ലിറിക്സ് മറന്നു പോയിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള, നമ്മൾ അങ്ങ് അഡ്മിറ്റ് ചെയ്തോളൂ, സറണ്ടർ യുവർസെൽഫ് ഓൺ സ്റ്റേജ് വിത്ത് ദ ഓഡിയൻസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഇപ്പോൾ വയ്യെങ്കിൽ ത്രോട്ട് വയ്യാത്ത ദിവസങ്ങളിൽ പാടാൻ പറ്റുന്ന പോലെയൊക്കെ പാടി ബാക്കി അവർക്കറിയാത്. നമ്മൾ പ്രൂവ് ചെയ്യാനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ട് അത് കുറേയൊക്കെ റിഫ്ലക്റ്റ് ആവും. പക്ഷെ എന്നാലും എനിക്ക് നല്ലൊരു ഓഡിയൻസ് ആണെങ്കിൽ ഞാൻ എല്ലാം ചിലപ്പോൾ വിടും. എൻ്റെ പ്രയോറിറ്റി മാറും. അഫക്റ്റഡ് ആകുന്ന ദിവസം ഞാൻ പറയാറുണ്ട്, അന്ന് അത്ര ഒരു നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. ശരിക്കും വരും അങ്ങനത്തെ ഓഡിയൻസ്. അത് ഭയങ്കര എല്ലാവരും മനുഷ്യരുടെ അടിസ്ഥാനമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യായിരുന്നാൽ മതി. സിമ്പിളാണ്. ഞാനും നിങ്ങളെന്നുള്ളതിന് പകരം നമ്മളാണ് പാടുന്നത്. അങ്ങനെയാണ് അവർ നമ്മളെ കേൾക്കാൻ വന്നിരിക്കുന്നു. ഓക്കെയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ
നമ്മൾ ഒരുമിച്ചാണ് ഈ ഒരു മൊമെന്റ് ലൈഫിൽ എൻജോയ് ചെയ്യുന്നതെന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. ആൻഡ് ഓഫ് കോഴ്സ് ദർ ഇസ് എ സൂപ്പർ പവർ വിച്ച് ഇസ് ഹോൾഡിങ്. അത് ഓരോരുത്തർക്കും ഓരോ മുഖമായിരിക്കാം, ചിലർക്ക് അത് വിശ്വാസമായിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ചില ദിവസം പെട്ടെന്ന് എല്ലാം ശരിയായിട്ടും ഭയങ്കര ഒരു ഷോയ്ക്ക് പെരുമഴ വന്നു കഴിഞ്ഞാൽ ആ ഷോ പോയില്ലേ. അപ്പോൾ ആ ഒരു മിസ്സിങ് എലിമെൻ്റാണ്. നല്ല കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ട് പല പല ഫാക്ടേഴ്സാണ്. നമ്മുടെ ക്രൂവിൻ്റെ എഫേർട്ട്, ബാക്ക് സ്റ്റേജിലായിരിക്കും അവർ നിൽക്കുന്നത്, പക്ഷെ അവരാരും കാണുന്നില്ല. ഈ വരുന്ന ഓർഗനൈസേഴ്സോ എത്ര ദിവസം ഉറക്കുളച്ചിട്ടായിരിക്കും ആ സ്റ്റേജും അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ. എല്ലാവരുടെയും ഒരു കളക്റ്റീവ് എഫേർട്ടും ലൈവ്ലിഹുഡും ആണല്ലോ. അതിലാണ് ഒരു കോൺസേർട്ട്. ഐ ലവ് ടു പെർഫോം. അത്രേ ഉള്ളൂ. ഒരു ബെൽ എക്യുപ്മെന്റ് വെച്ചിട്ട് സ്റ്റേജിലൊക്കെ പാടുന്നത് വളരെ കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ലോങ് ബെല്ല് എവിടുന്ന ആ ഒരു ഐഡിയ വരുന്നത്? അതല്ല, അത് പദയാത്രയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നൊക്കെ ആ ബെല്ല. അതിൻ്റെ അകത്തൊരു ബെൽ. അപ്പൊ പാട്ടിന്റെ ഇൻസ്പിറേഷൻ വരുമ്പോ തന്നെ ആ മണിയുടെ ശബ്ദവും ആ മണി തപ്പി നടന്നതും ഒക്കെയാണ് അതിൻ്റെ ഒരു കഥയൊക്കെ. ഞാനും പുള്ളിക്കാരിയും കൂടെയാണ് അത് തപ്പിയെടുത്ത് ആ പാട്ടിന് ചേരുന്ന പിച്ചിലായിരിക്കണം. അപ്പോൾ അങ്ങനെ വളരെ പേഴ്സണലാണ് അത്. അതുകൊണ്ടാണ് ഞാനത് വളരെ സൂക്ഷിച്ച് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ മറ്റേ കേക്ക് പൊതിഞ്ഞ് കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും. അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കാര്യം. പദയാത്ര എന്ന് പറഞ്ഞ പാട്ട് എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കരമായ സ്പെഷ്യലായിട്ടൊരു ട്രാക്കാണ്. അതിൻ്റെ ഒരു നമുക്ക് ജീവിതത്തിൽ തന്ന ഒരു അപ്ലിഫ്റ്റ്മെൻറ്റും ചെറുതല്ല. അപ്പോൾ അതിലുപയോഗിച്ച ഓരോ കാര്യങ്ങളും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരോടും ഒക്കെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡൽ ആസ്പെക്ട് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ആ മണിയുടെ അത് ട്രിവാൻഡ്രത്തെ ഒരു കടയിലാണ്. അത് ആ പുള്ളി അത് പഴയതാണ്, അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് എടുത്തേക്കാം. അങ്ങനെ പുള്ളി വേറെ കുറെ പുതിയ മണിയെ കൊണ്ട് കാണിച്ചതാണ്. നമ്മൾ എനിക്കിതല്ല. അപ്പോൾ അത് ഉള്ളി കിടക്കുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച മ്യൂസിക്കൽ പിച്ച് ഡിയിലായിരുന്നു. അത് ആ മണിയും ആ ഒരു പിച്ചിലായിരുന്നു. അപ്പോൾ കോയിൻസിഡൻഷ്യലായി എനിക്ക് ഭയങ്കര നല്ല രസമാണ് അത്. ആ മണിയുടെ ഒരു എസ്തെറ്റിക്കൽ സൈഡ് അത് കാണുമ്പോ തന്നെ അതിലൊരു കൗതുകം. നല്ല വെയിറ്റുമാണ്. പൊക്ക് പൊടിക്കാത്ത ഡമ്പൽ എടുക്കുന്ന പോലെ ഇരിക്കും. ഈ ഇന്നലകളെ എന്നുള്ളൊരു പാട്ടിന്റെ ഡെപ്ത് നമുക്കറിയാം. അപ്പൊ അതില് ലാൽ സാറിന്റെ പോഷൻ വരുന്നുണ്ടെങ്കിലും ഇന്നലകളെ എന്ന് പറയുമ്പോ ആ ഒരു പെയിനും ഒക്കെ, ആ ബ്രേക്കപ്പിന്റെ പെയിനും എല്ലാം വരുന്നില്ലേ? അങ്ങനെ ഒരു പാട്ട് സ്റ്റേജിൽ കൂടെ ആൾക്കാരെ പാടിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജോബേട്ടന്റെ എല്ലാ ഇന്നലകളെ പെർഫോമൻസിലും കൂടെ ആൾക്കാർ പാടും. അതെ, ഒന്നല്ല ആ പാട്ടത്ര ആൾക്കാരിലേക്ക് എത്തിയുണ്ടാവും. അപ്പൊ ഞാനത് ദീപക് സാർ അദ്ദേഹത്തിന്റെ പാട്ടാണ്. ആ പടത്തിൽ അത് ഭയങ്കര വർക്കായി. ആ 4 വരി, ആ ആസിഫിന്റെ ആ വിഷ്വൽസും ആ സിനിമയിലെ ആ സാഹചര്യവും എന്തോ ആ ലിറിക്സും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് വന്നു. ഐ വാസ് ജസ്റ്റ് എ വോയിസ് ഫോർ ദാറ്റ്. അപ്പോൾ അതെന്തായാലും നന്നായി. പിന്നെ വളരെ ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ആണല്ലോ വരികളൊക്കെ. നല്ല കലക്കം വരികളല്ലേ. അപ്പോൾ അതൊക്കെ അവരത് അതുകൊണ്ടാണ് പാടുന്നത്. അത് ഞാൻ പാടിയോണ്ട് മാത്രമല്ല, ഞാൻ അതിൽ ഓഫ് കോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു ക്രിയേഷൻ്റെ ഒരു മാജിക്കാണ്. ഐ വാസ് one among the tools. അതുപോലെ ചില്ലുറാന്തൽ വിളക്കും അതാണ് പറഞ്ഞത്. ഇപ്പൊ സിനിമകളിൽ പാടിയത് നല്ല പാട്ടുകളാണ് പാടിയത്. കുറച്ചെണ്ണമേ ഉള്ളൂ എല്ലാം സിനിമ. അത് എനിക്കത് ദാറ്റ്സ് എ ഫോർച്യൂൺ, അതൊരു ബ്ലെസ്സിങ് ആണ്. നല്ല പാട്ടുകൾ പാടാൻ പറ്റും. അത് ഇനിയും വരുമോന്നും എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ അങ്ങനെ സംഭവിച്ചത് ഹോപ്പ്ഫുള്ളി നോക്കാം. ഇപ്പം എമ്പുരാനിൽ പാടിയിട്ടുണ്ട്. പാട്ടിനെ പറ്റി പറയാൻ പറ്റില്ല, എന്നാലും അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് റെക്കോർഡിങ്ങും. ദീപക് സാറിന്റെ പാട്ട് തന്നെ. പിന്നെ പൃഥ്വി എൻ്റെ സ്കൂൾ സുഹൃത്താണ്. അപ്പം അങ്ങനെ ഉറുമിയിൽ ആരാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാട്ട് വന്നപ്പോൾ അങ്ങനെ അവർ കൺസിഡർ ചെയ്തിട്ട് എന്നെ വിളിച്ചതാ. അതിനുശേഷം പിന്നെ ദീപക് ദേവിന്റെ പാടിയിട്ടുണ്ട്. ഇന്നലകളെ തിരികെ വരും. വേറെ 1-2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. പെട്ടെന്ന് ഈ കോമ്പിനേഷൻ ഉറുമി കോമ്പിനേഷൻ ഓർത്തിരിക്കുമല്ലോ. പിന്നെ അതാണ് പൃഥ്വിയായിട്ടൊരു സ്നേഹബന്ധമുണ്ട്. അതെ അതെ, അന്ന് തൊട്ടുള്ള എമ്പുരാനില് ആ പാട്ട് അത്യാവശ്യം വലിയ പാട്ടാണോ? അങ്ങനെ എനിക്ക് ഞാൻ പോയി പാടി. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഹസ് വർക്ക്ഡ് ഫോർ ദം. അപ്പോൾ ഇനി വരട്ടെ. അത്രയും പുറത്തു പറയാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് പുറത്ത് പറയുന്നില്ല.
പടത്തിൽ പാടിയിട്ടുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് ഏതൊക്കെ പോർഷൻസ് ആണ് വരുന്നത് എനിക്ക് അറിയില്ല. റെക്കോർഡിംഗ് ഒക്കെ ഇവിടെ കൊച്ചിയിൽ? കൊച്ചിയിൽ സാറുമായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. പുള്ളി റെക്കോർഡ് ചെയ്യുന്ന ഇതൊക്കെ ഭയങ്കര പ്രോസസ്സാണ്. ഓ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടുകൾ തന്നെ അത്രയും പുള്ളി അത്രയും ആ ഒരു ആർട്ടിസ്റ്റിന്റെ ബെസ്റ്റ് എടുക്കും. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കോൺഷ്യസ് ആണല്ലോ, സാർ നാളെ വരാം ഇന്ന് ശരിയാവുന്ന. അപ്പോൾ ഞാനവിടെ ഇരിക്കുകയല്ലേ, ഞാൻ പറഞ്ഞു തരാം, താൻ അതുപോലെ അടിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ പുള്ളി ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരും ആസ് ആൻ ആർട്ടിസ്റ്റ്. പിന്നെ പുള്ളി എൻ്റെ മെൻറ്റർ ഒരു സൈഡിൽ ആണ്. സൂപ്പർ സ്റ്റാറിൽ അമൃതയിൽ പുള്ളി ജഡ്ജായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഞങ്ങൾ മാനസികമായിട്ട് ഒരു അടുപ്പം വന്നേ ഉണ്ടായിരുന്നു. പുള്ളി എന്നെ ഒത്തിരി അന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ മ്യൂസിക്കൽ ടിപ്സ് ആയിക്കോട്ടെ, പെർഫോം ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്ററും കൂടെയാണ് ദീപക് സാർ. അപ്പൊ അതിലെ റൈറ്റർ ആയാലും ഡയറക്ടർ ആയാലും രണ്ടുപേരും മ്യൂസിക് അത്യാവശ്യം അറിയുന്ന പൃഥ്വിരാജും. ഞങ്ങൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് സ്കൂൾ ഡേയ്സ്. പൃഥ്വിരാജ് അപ്പൊ അത്രയും സൈനിക് സ്കൂളിലല്ലേ പുള്ളി? പുള്ളി സൈനിക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് +1 +2 ഭവൻസിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഹെഡ് ബോയ് ഓഫ് ദ സ്കൂളായിരുന്നു, ഞാൻ കൾച്ചറൽ ഇൻചാർജ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ പാട്ടിന്റെ കഥ കേൾക്കട്ടെ, കുറച്ചുകൂടെ കേൾക്കാത്തൊരു കഥയാണ്. അല്ല കഥ ഞങ്ങൾ എപ്പോഴും വിളിക്കുക, അങ്ങനത്തെ ഫ്രണ്ട്സ് അല്ല, ഇൻറ്റിമേറ്റ് നമ്മൾ. പക്ഷെ എന്നാലും വളരെ ആർട്ടിസ്റ്റിക്കലായിട്ടൊരു ബന്ധമുണ്ടല്ലോ. പുള്ളി നോക്കുമ്പോൾ ഞാൻ പാട്ട് പാടുന്നു, ഐ എം ഹാപ്പി ദാറ്റ് ഹീസ് മെയ്ഡ് ഇറ്റ് ബിഗ്. അപ്പോൾ അന്നും സ്കൂളിലെ സമയത്തും അദ്ദേഹം വളരെ എന്താ പറയണ്ടേ, എലക്യൂഷൻ, ഡിബേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി ടോപ്പ് ആണ്, നല്ല പ്രാസംഗികനാണ്. അപ്പോൾ നല്ലോണം പാടും. ക്രിക്കറ്റ് ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു ഒരുമിച്ച്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ട് ആശാനുമായിട്ട്. അപ്പം ഐ എം വെരി ഹാപ്പി സീയിങ് ഹിം ഇൻ എ വെരി ഗുഡ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, അത് ഞങ്ങൾ പിന്നെ ബ്രേക്ക് ഒത്തിരി കാലം കഴിഞ്ഞാൽ കാണുമ്പോൾ അവനും പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി പാടുന്നു, അപ്പോൾ ഹാപ്പിയാണ്. അന്നും നമുക്ക് സിംഗിങ് ഇഷ്ടമാണ്, സ്കൂളിലും പാടുമായിരുന്നു, ഒരുമിച്ച് സ്റ്റേജ് ഷെയർ ചെയ്യായിരുന്നു, കൊളോണിയൽ കസിൻസ് ഒക്കെ. ഇപ്പൊ മാണിക്കച്ചിറകുള്ള അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഫേവറേറ്റാ, ഏത് മൂഡിലും കേൾക്കുന്ന അത്ര ഇഷ്ടം. അതിന്റെ വിഷ്വൽ ഏതെങ്കിലും രീതിയിൽ ആ വിഷ്വൽ റെപ്രസെന്റേഷൻ കണ്ടതിന് ശേഷമാണോ ആ പാട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവർ അത്ര ഇടുക്കിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട്? ബിജിയേട്ടൻ ആഷിക്കേട്ടൻ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അവരെ അത്ര അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നന്നായിട്ട് അറിയാം. പിന്നെ റഫീഖ് സാറിൻ്റെ വരികളും, പിന്നെ എന്നെയാണ് പാടാൻ വിളിച്ചത്, അതുപോലെ വലിയ സന്തോഷം. ഞാൻ പാട്ട് അയച്ചു തന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഉഗ്ര പാട്ടാ ചേട്ടാ, ഇത് ഞാൻ പാടി ശരിയാവും. ഞാൻ അപ്പോഴും എൻ്റെ ഹെസിറ്റൻസിയാണ് പോയി സ്റ്റുഡിയോ ഫേസ് ചെയ്ത്. അപ്പം പുള്ളി പറഞ്ഞു, അങ്ങേ വന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. അപ്പം അങ്ങനെ പിന്നെ അവരോടൊക്കെ നമുക്ക് ഇഷ്ടവും റെസ്പെക്റ്റും അത്രയും നിൽക്കുന്നതുകൊണ്ട് വിളിച്ചിട്ട് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ പോയി 1/4 മണിക്കൂർ റെക്കോർഡിങ് കഴിഞ്ഞു. ഞാൻ വിജയേട്ടാ കുറച്ചും കൂടെ നന്നാക്കാം, എനിക്കിനി പാടണം, കുറച്ച് സമയം കൂടെ. എനിക്ക് വേണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു കെമിസ്ട്രി, ചില ദിവസം ഒരു മാജിക്കാണ്. ഒരു പിന്നെ ഇഷ്ടം, മ്യൂച്വൽ റെസ്പെക്ട്. അല്ലാതെ ഇപ്പോൾ എന്നെ ഒരിക്കലും ഒരാൾ പറഞ്ഞിട്ട് നമുക്ക് ടേക്ക് എടുക്കാം, ജോബ് അത് പാടും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പാടത്തുന്നു. അതൊക്കെ അങ്ങനെ പേടിപ്പിച്ചിട്ട് ഞാനൊരിക്കലും അങ്ങനത്തെ ഒരാളുമല്ല. ഞാൻ അവകാശപ്പെടുന്നുമില്ല ഞാനൊരു ഭയങ്കര പ്ലേ ബാക്ക് വോക്കലിസ്റ്റ് ആണെന്ന്. എനിക്ക് എൻ്റെതായ ഒരു സോണുണ്ട്, അതിൽ ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഇതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് തരാൻ ഞാൻ ശ്രമിക്കും. ഹോപ്പ്ഫുള്ളി ഇനി നല്ല പാട്ടുകൾ വരട്ടെ. പിന്നെ വിനീതിന്റെ ഒരു അടുത്ത പടത്തിലും ഒരു പാട്ട്, വിനീത് ഡയറക്ട് ചെയ്യുന്ന പടത്തിലും, അപ്പൊ അതിനും വെയിറ്റിംഗ് ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് സംസാരിച്ച് തീർന്നിട്ടില്ല എന്നറിയാം, പക്ഷെ തൽക്കാലം എന്തായാലും പെറ്റ്സ് ഇപ്പൊ പോയി, അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇന്ന് നമുക്ക് പോസം പാർട്ടിയുടെ അവിടെ കാണാം. ആയിക്കോട്ടെ.